നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവൾ ഇവിടെ നിന്ന് ഇനിയും പുതിയ പുതിയ പ്രശ്നങ്ങളുണ്ടാവും. ഏട്ടത്തിക്ക് വിരോധം തോന്നിയാലും കുഴപ്പമില്ല. നമ്മളെല്ലാവരുടെ നന്മയെ കരുതി ഞാൻ പറയുക, അവളെ എത്രയും പെട്ടെന്ന് ഈ വീട്ടിൽ നിന്ന് പറഞ്ഞയക്കണം. ഇത് തന്നെയല്ലേ ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ പെണ്ണ് അപശകുന. അവൾക്ക് അറിയാതെ പറ്റിപ്പോയ തെറ്റല്ലേ അമ്മ. അമ്മ ഒരു പ്രാവശ്യത്തേക്ക് അവൾക്ക് മാപ്പ് കൊടുക്കണം. ഇതിപ്പോ രണ്ടാമത്തെ പ്രാവശ്യം അവൾ അബദ്ധം കാണിക്കുന്നത്. മാപ്പ് കൊടുക്കണം പോലും. ഞാൻ എന്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഒരാളോടും ക്ഷമ പറഞ്ഞിട്ടില്ല. പക്ഷെ അത് സംഭവിച്ചു. അതിന് കാരണക്കാരി അവളാ. അവൾ ഒറ്റൊരുത്തി. നാളെ ആ സാരി റെഡിയാക്കിയില്ലെങ്കിൽ ചെമ്പകമംഗലത്തെ രാജലക്ഷ്മി ആരാണെന്നാ അവൾ അറിയാൻ പോകുന്നത്. പിന്നെ അവളല്ലേ സാരി റെഡിയാക്കാൻ പോകുന്നത്. അതിനുള്ള കഴിവൊക്കെ അവക്കുണ്ടോ? ഈ അമ്മ ഇത് എന്തുദ്ദേശിച്ച എങ്ങനെ നടക്കുന്നത്? അവൾക്ക് ആ പണിയൊന്നും അറിയില്ല. നാളെ കസ്റ്റമേഴ്സിന്റെ മുമ്പിൽ ഒരിക്കൽ കൂടി അമ്മ നാണം കെടും. ആ എന്തായാലും നാളെ അവളെ ഇവിടുന്ന് അടിച്ചിറക്കുന്നത് കാണാമല്ലോ. എന്റെ ഭഗവാനെ, ഇതിനൊരു പരിഹാരം കണ്ടെത്തി തരണേ. ഇറക്കി വിട്ടാൽ അവൾ എവിടെ പോവാനാ? അമ്മേ. ആ മോളെ, അമ്മ എന്നോട് ക്ഷമിക്കണം. ഞാൻ കാരണം അമ്മയ്ക്ക് ആദ്യമായിട്ട് മറ്റൊരാളോട് മാപ്പ് ചോദിക്കേണ്ടി വന്നൂല്ലേ? അതിന് എന്റെ മോൾ എന്ത് തെറ്റ് ചെയ്തു? തെറ്റ് ചെയ്തത് ആ കുട്ടിയല്ലേ? അല്ല, അവളെ ഇവിടേക്ക് കൊണ്ടുവന്നത് ഞാനല്ലേ. അതൊരു തെറ്റാണോ? നീ ഒരു പുണ്യപ്രവൃത്തിയല്ലേ ചെയ്തത്? ആരോരുമില്ലാത്ത ആ കുട്ടിക്ക് നീ ഒരു ഉപകാരം ചെയ്തു. അത് നിന്റെ മനസ്സലിവ്. കാരുണ്യം. കാരുണ്യമാണ് ദൈവം. ദേവാലയത്തിൽ പോയി നമ്മൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് ഇതാണ്: ദൈവമേ, അങ്ങയുടെ കാരുണ്യവും മനസ്സും എനിക്ക് തരണേന്ന്. നിന്റെ മനസ്സ് ദൈവത്തിനിരിക്കാൻ പീഠമൊരുക്കിയ ശ്രീകോവില. എന്റെ മോള് ഒരു വലിയ മനസ്സിനുടമയാ. നിനക്ക് സ്നേഹിക്കാനേ അറിയൂ. അതുകൊണ്ട് തന്നെ നിന്നെ എനിക്ക് വെറുക്കാനാവില്ല മോളെ. അമ്മേ, എനിക്ക് എന്റെ മകളായ നിന്നോടുള്ള സ്നേഹം ഞാൻ എങ്ങനെ പറഞ്ഞറിയിക്കാനാ മോളെ? അമ്മേ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.